അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ സജീവമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ യുവാക്കളെ ദീനിയായി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ISM ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നമ്മുടെ വിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള യുവപഥം, അത് ശാഖകളിലുള്ള സംഗമങ്ങൾ, മേഖലയിലുള്ള സംഗമങ്ങൾ പിന്നിട്ടുകൊണ്ട് അതിൻ്റെ ജില്ലാതലത്തിലുള്ള സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആത്മവിചിന്തനത്തിനാണ് ഏതാനും സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അത് എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുന്ന നിമിഷങ്ങളായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്, സഹായം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം, അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കണം. ആ മാറ്റം ജീവിതത്തിൻ്റെ മറ്റേതു മാറ്റങ്ങളെക്കാളും അതീവ സങ്കീർണവും നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ സമയം വേണ്ടതുമായിട്ടുള്ള ഒരു മാറ്റമാണ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ ഭാവനകൾക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് ജീവിതത്തിൻ്റെ ഏതേതു മാറ്റങ്ങളും. ഒരുപക്ഷെ ഒരു വാർദ്ധക്യം ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റമായി നമുക്ക് വിചാരിക്കാം. പക്ഷേ ഒരാൾ ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അയാളെല്ലാം തലയും മുടിയും നരച്ച് തൻ്റെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പറ്റാത്തൊരവശതയിലേക്ക് ഒരു ദിവസം കൊണ്ട് വാർദ്ധക്യം ഒരാളെ എത്തിക്കില്ലല്ലോ. അത് വർഷങ്ങളെ കൊണ്ടും മാസങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന മാറ്റമാണ്, പരിണിതിയാണ്. ഒരു തെളിഞ്ഞ വെയിൽ പോയി ഒരു മഴ വരാൻ പോലും ചില സൂചനകളും ചില സമയവും നമുക്ക് തരും. കാരണം ഇടിമുഴക്കങ്ങളും തണുത്ത കാറ്റും എല്ലാം വീശിത്തുടങ്ങിയിട്ടേ ഒരു മഴ വരൂ. ഒരു കുട നിവർത്താനോ അല്ലെങ്കിൽ ഒരു കോലായിലേക്ക് കയറി നിൽക്കാനോ ഉള്ള ഒരു സൂചനകൾ ആ മാറ്റത്തിന് ഒരു സാവകാശമുണ്ട്. എന്നാൽ ഒരിക്കലും സാവകാശം തരാത്ത ഒരു മാറ്റമാണ് മരണം. ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു പ്രസംഗത്തിന്റെ മുഖവുര കിട്ടാനും വേണ്ടിയും പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ സ്വാധീനിച്ച ചില സംഭവങ്ങൾ, ഈ ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർ മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത മാറ്റങ്ങളായിട്ടാണ് വരുന്നത്. സഹോദരങ്ങളെ, മിമ്പറിൽ കയറി ഖുതുബ പറയുമ്പോൾ നമുക്ക് അഭിമുഖമായിരുന്ന പല ആളുകളും
അടുത്ത വെള്ളിയാഴ്ച എന്നും ഒരേ സീറ്റിൽ ഇരിക്കുന്നവരാണ് പല ആളുകളും. ആളുകൾക്ക് അങ്ങനെയാണ്, ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും, ഒരു റാഹത്താണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ചില സ്ഥലങ്ങൾ പെട്ടെന്ന് ശൂന്യമാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞു പോയി അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ ആ ചുമരിനരികിൽ അയാൾ ഇല്ലാതിരിക്കുന്നു, അയാളുടെ മരണവാർത്ത നമ്മളെ സ്വീകരിക്കുന്നു. അപ്പോൾ നാം ചിന്തിക്കുന്നു, കഴിഞ്ഞ ദിവസം കുളിച്ച് വസ്ത്രം മാറ്റി വന്നിരുന്ന ആ മനുഷ്യൻ ഇന്നിവിടെയാണ്, പള്ളിയുടെ ആ പായയിൽ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഖബറിൽ മലർന്നു കിടക്കുകയാണ്. ആ ഒരു മാറ്റം, ജീവിതത്തിന്റെയും മരണത്തിന്റെയും മാറ്റം, അതൊരു വലിയ മാറ്റമാണ് സഹോദരങ്ങളെ. ഈ മാറ്റത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, സൂചനകൾ തന്നാൽ പോലും, യാഥാർത്ഥ്യമായി പുലർന്നാൽ പോലും മരണത്തെ വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു വാർത്ത പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരാൾക്ക് ക്യാൻസറാണ്, 2 സ്ഥലത്ത് സെക്കൻഡറി വന്നതാണ് ക്യാൻസർ. അപ്പൊ ക്യാൻസർ വന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്തു, എല്ലാം റേഡിയേഷനും കീമോ എല്ലാ സംഗതികളും അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോ അദ്ദേഹത്തെ ആരോ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ സുഖമായിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അയാൾ ആ തെറ്റിദ്ധാരണയെ വാസ്തവമായി വിശ്വസിച്ചു. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ഇവിടുത്തെ മെഡിക്കൽ സയൻസ് പറയുന്നതും ഡോക്ടർമാർ പറയുന്നതും ക്യാൻസർ ആണെങ്കിൽ ആ രോഗിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പറയുന്നതിന് ചില മര്യാദകളും രൂപങ്ങളും ഒക്കെ ഉണ്ടാവാം, അയാൾ അറിയിക്കണം. കാരണം അയാൾക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ സൂചന, അയാൾ അറിയാതെ പോകുന്ന നാളെയോ മറ്റന്നാളോ അയാളെ കാത്തിരിക്കാൻ നിൽക്കുന്ന മരണത്തെ അയാൾ 10 കൊല്ലം അപ്പുറത്താണെന്ന് തെറ്റിദ്ധരിച്ച് കിടന്ന് മരിക്കണ്ടല്ലോ. നല്ലത് അതായിരിക്കാം, അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ. ഏത് പോട്ടെ സഹോദരങ്ങളെ, ഏതായിരുന്നാലും അയാള് അതറിഞ്ഞു, അയാൾ ശരിക്ക് റിസൾട്ട് വായിച്ചു, ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. പക്ഷെ അയാളത് മാറി എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ 2ാമത്തെ ഘട്ടം അയാൾ മാറി എന്ന് വിശ്വസിച്ചപ്പോൾ അയാൾക്കൊരു ആത്മധൈര്യം ഉഷാറൊക്കെ വന്നു. അപ്പൊ കുടുംബങ്ങൾക്കും സന്തോഷമായി. 2ാമത് അയാളുടെ റിസൾട്ട് വന്നപ്പോൾ അത് വീണ്ടും നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്താ ബന്ധുക്കൾ ചെയ്തതെന്നറിയങ്ങൾ, കോഴിക്കോടത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ റിസൾട്ട് കിട്ടിയിട്ട് എന്ത് ചെയ്തു, ലാബിൽ കയറിയിട്ട് ആ പുതിയ റിസൾട്ടിന്റെ ഡേറ്റും പേരും ഒക്കെ വെച്ചിട്ട് പഴയ റിസൾട്ട് എന്ത് ചെയ്തു, അവരയാളെ കാണിച്ചു. മനസ്സിലാക്കണേ, കമ്പ്യൂട്ടറിൽ കയറിയിട്ട് എന്ത് ചെയ്തു, പഴയ റിസൾട്ടിന്റെ അതേ കോപ്പി പുതിയ ഡേറ്റിൽ ആർക്ക് കാണിച്ചു കൊടുത്തു, അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ അയാളിപ്പോ എന്നോട് സംസാരിക്കണേ, ഞാൻ അയാളെ കണ്ടു, അയാളിനോട് പറഞ്ഞെന്താ വെച്ചാൽ 2ാമത്തെ റിസൾട്ട് വന്നു, എല്ലാം ഒരു പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു അസുഖം തന്നെയല്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് ഭയങ്കര പ്രോബ്ലംസ് അയാൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അയാൾ ആഗ്രഹിക്കുന്നത് ഞാൻ മരിക്കില്ലെന്ന് വിശ്വസിക്കാനാണ്. അയാൾക്ക് ആഗ്രഹം മരിക്കില്ലെന്ന് വിശ്വസിക്കാൻ. അയാൾ മരിക്കില്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അയാൾ മരിക്കില്ലെന്ന് അയാളെ വിശ്വസിപ്പിക്കാനാണ് ആര് ശ്രമിക്കുന്നത്, അയാളുടെ ബന്ധുക്കളും കുടുംബങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഞാനിത് പറയാൻ കാരണം സഹോദരങ്ങളെ, മരണം എന്നത് ആകസ്മികമായ മാറ്റം. ഇനി മാറ്റത്തിന്റെ സൂചനകൾ വന്നാൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്ക് എത്തിയാൽ വല്ല എക്സ്ക്യൂസും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് മനസ്സിൽ എവിടെയെങ്കിലും സഹോദരങ്ങളെ പിശാചോ ഭൗതിക ജീവിതത്തിന്റെ ആസക്തികളോ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്ക്യൂസ് ഒന്നും അള്ളാഹു സ്വീകരിക്കൂല എന്ന് അള്ളാഹു കൃത്യമായി നമുക്ക് പറഞ്ഞു തരാണ്. നിങ്ങളുടെ റബ്ബിൽ നിന്നും വന്ന ആ നല്ല ഏറ്റവും നല്ല അതിനെ നിങ്ങൾ പിൻപറ്റിക്കോളി. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും അത് വന്നെത്തുക, നിങ്ങൾ അറിയാത്ത രൂപത്തിൽ ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വന്നെത്തും. സഹോദരങ്ങളെ, ലോകാവസാനം ഖിയാമത്ത് നാള്, നമ്മുടെ ഖിയാമത്ത് നാള് നമ്മുടെ മരണമാണല്ലോ. ആ മരണം സംഭവിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, പിന്നെ ഈ അപ്രതീക്ഷിതമായി ഒന്നും ഒരുങ്ങാത്ത ആൾക്ക് ഈ പരലോകവും വിചാരണയും നാളത്തെ അവസ്ഥയും മുന്നിൽ വന്നാൽ അവൻ എന്താണ് പറയാനുള്ളത്? ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അവിടെ ഇങ്ങനെ പറയാതിരിക്കാൻ അള്ളാഹു മുൻകൂട്ടി ഒരു വിവരം തരുന്ന, ഇങ്ങനെ പറയാതിരിക്കാൻ. എന്ത് പറയാതിരിക്കാൻ? പടച്ചവൻ എന്നെ സന്മാർഗത്തിലാക്കിയില്ല, അതുകൊണ്ട് ഞാൻ സന്മാർഗത്തിലായില്ലെന്ന് ഒരുപക്ഷെ അവൻ അവിടെ വെച്ച് പറഞ്ഞേക്കും. അതുകൊണ്ട് പടച്ചോൻ സന്മാർഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് ആഗ്രഹമുണ്ടോ താല്പര്യമുണ്ടോ അതിലേക്ക് എത്തും. ഈ എക്സ്ക്യൂസ് അവിടെ പറയാൻ നിൽക്കണ്ട. ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. അല്ലെങ്കിൽ പിന്നെ ഒരു നഫ്സ് ഇങ്ങനെ പറയാതിരിക്കാനും. എങ്ങനെ പറയാതിരിക്കാൻ സഹോദരങ്ങളെ? ശിക്ഷ ഇങ്ങനെ കണ്ണിൽ കാണുമ്പോൾ ഒന്ന് മടക്കി കിട്ടിയെങ്കിൽ, ഒന്ന് മടക്കം എനിക്ക് കിട്ടിയാൽ നല്ലവനായി ഞാൻ വരും എന്നും അവിടുന്ന് പറയേണ്ട.
കാരണം മടക്കമില്ല എന്ന് ഇവിടുന്ന് മനസ്സിലാക്കി പോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതും ഇവിടെ തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് നിനക്ക് വന്നിട്ടുണ്ട് എന്റെ ദൃഷ്ടാന്തങ്ങൾ, അത് കൃത്യമായി നീ അറിഞ്ഞിട്ടുണ്ട്, നീ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നീ അഹങ്കരിച്ചു, നീ അതിനെ കളവാക്കി, അങ്ങനെ നീ അവിശ്വാസികളിൽ പെട്ടവനായി തീരുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെട്ടെന്നൊരു ജീവിത മാറ്റം സംഭവിച്ചാൽ നമ്മുടെ മനസ്സിന്റെ കാപട്യങ്ങളും നമ്മുടെ അശ്രദ്ധകളും നമ്മുടെ ഭൗതിക ആസക്തിയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തെറ്റിച്ചാൽ വലിയ അപകടത്തിലും വലിയ ബുദ്ധിമുട്ടിലും നമ്മൾ എത്തിച്ചേരും. നിങ്ങൾ ആദർശപരമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു ചെറിയ ഭയപ്പാട് നമുക്കുണ്ടാകുന്ന ഒരു വാചകം അഖീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ബോധപൂർവമാണ് സഹോദരങ്ങളെ ഈ ഓരോ വാക്കും ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ എല്ലാ ക്ലാസ്സും കേൾക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന മുഖങ്ങളാണ്. പക്ഷെ നമ്മളൊരു ആത്മവിചിന്തനം ശരിക്കും നടത്തിയേ പറ്റൂ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഒരിക്കലും ഒരു വിചാരണയും നേരിടാതെ നാളെ സ്വർഗത്തിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാലോ, സബോൻ അൽഫ്, 70,000 ആളുകൾ. ആ സംഭവം പ്രസിദ്ധമാണ്, നമ്മളെല്ലാവരും കേട്ട ഒരു ഹദീസാണത്, പലപ്പോഴായി കേട്ടതാണ്. 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകും. അവർ വലിയ ഭാഗ്യവാന്മാരല്ലേ. അവർക്ക് പിന്നെ ഒരു ഹിസാബുമില്ല, നേരെ അവർ സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കുക. എന്നാൽ അതേ കൂട്ടത്തിൽ മറ്റൊരു കൂട്ടക്കാരെ കുറിച്ച് പറയുന്നത് എന്തൊരു, ഒരു വിചാരണയും കൂടാതെ നരകത്തിൽ പോണ ആൾക്കാർ. അവർക്ക് വിചാരണ അല്ല. നമുക്കറിയാം, അവിശ്വാസികളും കാഫിറുകളും മുശ്രിക്കുകളുമായ ആളുകൾ. എന്താ അവർക്ക് വിചാരണ അല്ല പറയാൻ കാരണം? സഹോദരങ്ങളെ, മീസാനിൽ വെക്കാൻ ഒരമൽ അവർക്കില്ല. കാരണം ഷിർക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നന്മല്ലല്ലോ. ഷിർക്കുള്ള ഒരാൾക്കൊരു നന്മല്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അന്നഹും യുഖററൂന ബി അമാലിഹിം ഫഖത്ത് വലാ യുഹാസബൂന മുഹാസബതൻ മൻ യുവാസിനു ബൈന ഹസനാതിഹി വസയ്യാതി. അവരെ കൊണ്ട് അവരുടെ തിന്മകളൊന്നും ഇങ്ങനെ പറഞ്ഞ് അംഗീകരിപ്പിക്കും. ഇന്ന തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മുശ്രിക്കുകളെയും കാഫിറുകളെയും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ നന്മകളും തിന്മകളും തൂക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ അവിടെ നന്മകളും തിന്മകളും തൂക്കൂല, നേരെ നരകത്തേക്കാണ്. ഒരു നന്മ അവർക്കില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, കാരണം അന്നഹും ലാ ഹസനാത ലഹും, അവർക്ക് യാതൊരു നന്മയും അവർക്കില്ല. മറിച്ച് അവർക്ക് എന്ത് മാത്രം, വലാകിന്നഹും യുഖററൂൻ ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ അവരെ ഒന്ന് സമ്മതിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ. അഅ്മാലിഹിമുൽ കുഫ്രിയ, അവിടെ കുഫ്രിയായ പ്രവർത്തനങ്ങളെ അവരെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത്രേ അവിടെ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, സുമ്മ യുഅ്മറു ബിഹിം ഇലന്നാർ, പിന്നെ നേരെ നരകത്തേക്കാണ് കൊണ്ടുപോകാൻ പോകും. ആലോചിച്ചോക്ക നിങ്ങൾ, ശിർക്കുള്ള കാഫിറുകളായ ആളുകൾക്ക് നന്മകൾ തൂക്കാനൊന്നുമില്ല, തിന്മകൾ മാത്രം. ഒരമലും കബൂൽ ചെയ്യാവുന്ന ഒരു അമലും അവർക്കില്ല, നേരെ ഒരു നരകത്തേക്ക് പോകും. വിചാരണ കൂടാതെ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തേക്കും പോകും. സഹോദരത്തിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരില്ലേ, ഇതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരില്ലേ, അവരാരാണ്? നാം ഗൗരവപരമായി ചിന്തിക്കണം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, തൗഹീദ് പോലും ശരിക്കും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആദർശം എന്ന് പറയുമ്പോൾ ആളുകൾ തൗഹീദ് പെട്ടെന്ന് വിട്ടുപോകണത് എന്തോടെ വെച്ചാൽ അതൊക്കെ ക്ലിയർ ആയല്ലോ. ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് നമ്മൾ. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗകര്യവും സന്ദർഭവും ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും ലോകത്തെല്ലായിടത്തും തൗഹീദ് വരാനുള്ള ഏറ്റവും ശക്തമായ അസ്ഥിവാരമിട്ടത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദാണ്. ഇതിലാർക്കും സംശയമില്ല. ഞാൻ എന്നും ഓർക്കുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് സിലബസിന് പുറമെ ഒരു പുസ്തകം അന്ന് പഠിക്കാണ്ടായിരുന്നു. 86, 91 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ തന്നത് ഫതുഹുൽ മജീദ് കിതാബു തൗഹീദിന്റെ ഷറഹാൻ. ആ കിതാബു തൗഹീദ് പൂർണ്ണമായി ഒരു പ്രാവശ്യം അതിന്റെ ഷറഹോടുകൂടെ വായിക്കാതെ സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് എങ്ങനെ നമുക്ക് അറിയും? ഇത് ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു വിജ്ഞാനമല്ലേ? അത് കേൾക്കാതെ, മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ ഒരാൾക്ക് എവിടെ നിന്ന് വരും തൗഹീദ്? അത് വെറുതെ കിട്ടുമോ സഹോദരങ്ങളെ? ഒരു വിജ്ഞാനം എങ്ങനെ പഠിക്കാതെ ഒരാൾക്ക് കിട്ടുക? കിട്ടൂ. ഇതിലെ 3-ാമത്തെ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുന്നതിന്റെ ഹെഡിങ് എന്തായാലും, മൻ ഹഖഖ തൗഹീദ്, തൗഹീദിനെ ഒരാൾ സാക്ഷാത്കരിക്കാൻ. തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ഘട്ടമുണ്ട് സഹോദരങ്ങളെ. എന്താ തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ? തൗഹീദിനെ ഒരാൾ സാക്ഷാത്കരിച്ചാൽ ദഖലൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മുവഹിദുകളാണെങ്കിൽ അതിനെ നമ്മൾ സാക്ഷാത്കരിക്കണമല്ലോ. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉൾക്കൊണ്ടവനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, പിന്നെ അവന് ബോധപൂർവം ഒരു തിന്മയിൽ കഴിച്ചു കൂട്ടാൻ പറ്റൂല എന്നാ പറയണത്.
തൗഹീദ് ഉൾക്കൊണ്ട ഒരാൾക്ക് ബോധപൂർവം ഒരു തിന്മയിൽ കഴിച്ചു കൂട്ടാൻ പറ്റൂല. ഒരു ഉറപ്പായിട്ടും തിന്മയാണെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 കൊല്ലല്ല, 5 കൊല്ലല്ല, 10 കൊല്ലല്ല, നമ്മളെ ആളുകൾ ഇങ്ങനെ പോവുകയാണ്. അവരെ വീണ്ടും വീണ്ടും നമ്മൾ തസ്കിയത്തിന്റെ ക്ലാസ് ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേൾക്കുമ്പോൾ അവർക്കൊരു ചെറിയ കുറ്റബോധം, പിന്നെ പോയാൽ പഴയ പരിപാടി തന്നെ. മൻ ഹഖഖ തൗഹീദ് എന്ന് പറയുന്നതിന് 2 തൊബക്കകൾ അതിൽ വിശദീകരിക്കും, 2 ഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്തായാലും, ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവൻ ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്കുകളും ചെറിയ ഷിർക്കുകളും അവൻ ഒഴിവാക്കി. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വ്യക്തമായ ആയത്തുകൾക്ക് അവൻ എതിര് ചെയ്യാൻ പലിശ വാങ്ങുന്നു, കളവ് പറയുന്നു, അള്ളാഹുവിന്റെ വ്യക്തമായ നിയമങ്ങളെ അവൻ ലംഘിക്കുന്നു. ലാലിമുല്ലി നഫ്സിഹി, ലാലിമുല്ലി നഫ്സിഹി, ആത്മദ്രോഹം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആള്. അവൻ എന്താണ്? ഷിർക്ക്. അല്ലല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അല്ലല്ലാത്തോലെ ഭണ്ഡാരപ്പെട്ടിൽ നേരുന്നില്ല സഹോദരങ്ങളെ, ഏലസില്ല, ഉറുക്കില്ല. പക്ഷേ അവൻ തിന്മകൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ തൗഹീദ് തഹ്കീക്ക് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത് അദ്ദേഹം. തഹ്കീക്ക് ചെയ്തിട്ടില്ല. അതിൽ ഒരു ഘട്ടം എന്താ നിങ്ങള് കംപ്ലീറ്റ് ആ തൗഹീദ് ഷിർക്കുൽ അസ്ഗറും അക്ബറും ഒക്കെ ഒഴിവാക്കി, എല്ലാ മഅസിയത്തുകളും ഒഴിവാക്കി, തെറ്റുകൾ ഒഴിവാക്കി, ബിദ്അത്തുകൾ ഒഴിവാക്കി, മക്രൂഹാത്തുകൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ വരെ ഒഴിവാക്കിയിട്ട് തൗഹീദിനെ സാക്ഷാത്കരിച്ച ഒരു കൂട്ടം ആളുകൾ. ഈ 2 വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവപരമായി ചിന്തിച്ച് ഒരു മാറ്റം നമ്മൾ സ്വീകരിക്കണം. അതായത് തൗഹീദിനെ ഉൾക്കൊള്ളുന്നവനിൽ പ്രതീക്ഷിക്കുന്ന മാറ്റം എന്താണോ അത്. ഒരൊറ്റ ആയത്തും 2 ആയത്തും 1 ഹദീസും മാത്രമാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആ അധ്യായത്തിൽ കൊടുത്ത്. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി അവനെ തൗഹീദ് തഹ്കീക്കായി എന്നാണ്. അതിൽ ഒന്നാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതി വെച്ച ആയത്ത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. 4 കാര്യമുള്ളൂ സഹോദരങ്ങളെ. അത് പോയി ചെയ്യ ഞാനും കൂടി. 4 കാര്യം ചെയ്താൽ ഈ ആദർശം, നമ്മുടെ ജീവിതം ആദർശവൽക്കരിക്കപ്പെട്ടു, തൗഹീദ് വൽക്കരിക്കപ്പെട്ടു. ഒരു പക്ഷേ വിചാരണ കൂടാത്ത ആ 70,000 ഉൾപ്പെടാൻ ഒരു പക്ഷേ അയാൾക്ക് തൗഫീക്ക് ലഭിക്കുകയും ചെയ്തേക്കാം. സുഹൃത്തുക്കളെ, ഇനി ഇങ്ങോട്ട് നമ്മൾ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സുവർണമായ ഒരു ആദർശ പ്രബോധന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കണം. എന്ന് പറഞ്ഞാൽ തികച്ചും ദീന് ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് കേരളത്തിൽ നമ്മുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അതിൽ തർക്കിച്ചും ബഹളം വെച്ചും നിൽക്കേണ്ട ആവശ്യമില്ല. ദീൻ പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അത് ജീവിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല സഹോദരങ്ങളെ. അത് തൗഹീദിന്റെ അടിത്തറ മുതൽ ദീനിന്റെ എല്ലാ ഫുറൂഉകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു തലമുറയെ ആണായും പെണ്ണായും കുടുംബമായും വ്യക്തിയായും സമൂഹമായും രൂപീകരിച്ചെടുക്കുക. ഇതിനപ്പുറം ഒരു ലക്ഷ്യം ഈ സമൂഹത്തോട് നമുക്ക് പറയാനല്ല. നോക്ക്, നിങ്ങൾ തൗഹീദ് ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിച്ച ആളായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ആരാരെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ആ ഇബ്രാഹിം നബിന്റെ 4 ഗുണാണ് ഈ ആയത്ത് പറഞ്ഞത്. അത് 4 നമുക്ക് ഉണ്ടായാൽ മതി. തഹ്കീക്കായി തൗഹീദ്. എന്താ സഹോദരങ്ങളെ പ്രയാസത്തിന്റെ നമ്മൾ കാത്തിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ മാതൃകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആ ചർച്ചകളിൽ സജീവമാണ്. കഴിഞ്ഞ ഖുതുബകളൊക്കെ ചിലപ്പോൾ അതായിരിക്കും. ഒന്നുമില്ല, ഈ ആയത്തിൽ 4 കാര്യം വരണുള്ളൂ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹിം, കാന ഉമ്മത്തൻ. ഉമ്മത്ത് എന്നതിന് പലപ്പോഴും നമ്മൾ അർത്ഥം പറഞ്ഞ് കേൾക്കാനുള്ളത് സമുദായം എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമാണ്, സമുദായമാണെന്നൊക്കെ ആളുകൾ പറയാം. ഉമ്മത്ത് എന്ന് ഖുർആൻ 3 തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ അങ്ങനെ പറഞ്ഞാൽ തെറ്റൊന്നും നമ്മൾ പറയില്ല. ഉമ്മത്ത് 3 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, സമുദായം എന്ന അർത്ഥത്തിൽ ഖുർആൻ ഉമ്മത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാലയളവ്, ഒരു മുദ്ദത്ത്, ഒരു പ്രത്യേക കാലയളവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ മറ്റൊരർത്ഥം ഉപയോഗിച്ചത് മാതൃക എന്ന്. ഇമാം ഉമ്മത്ത്, ഇമാം എന്നുള്ളതിൽ നിന്ന് ബന്ധപ്പെട്ട ആ ഉമ്മത്താണ് ഇവിടെ എന്നാണ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അന്നലൊക്കെ പറയുമ്പോൾ എന്താൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണ്? കാന ഉമ്മത്തൻ, കാന ഖുദ്വത്തൻ, ഒരു മാതൃകയാണ് സഹോദരങ്ങളെ, ഏറ്റവും നല്ലൊരു മാതൃക. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയുന്ന ഒരു വ്യക്തിക്കും ഒരു അനുയായിക്കും ചരിത്രത്തിൽ ഒരാൾക്കും ഒരു ശരിയായ സത്യസന്ധമായ ഒരു മാതൃകയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ആ മകൾ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. എന്തേ ഇബ്രാഹിമെ ഇങ്ങനെ സംഭവിച്ചു? അത് ചോദിക്കല്ല സഹോദരങ്ങളെ. അതാണ് തൗഹീദ് തഹ്കീക്ക് ചെയ്യുന്നതിൽ ഒന്നാമത്തെ ഒരു കാര്യം. ഇമാം സഅദി
ഈ തഫ്സീറിൽ ഈ ഉമ്മത്തിന് കൊടുത്ത അർത്ഥം അത് മാത്രം മതി സഹോദരങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാൻ. ഇമാമൻ ജാമിഅൻ ലിഹിസ്വാലിൽ ഖൈർ, ഇമാമൻ ജാമിഅൻ സമ്പൂർണമായ ഒരു നേതാവ്, ഒരു നേതൃത്വം, ലിഹിസാലിൽ ഖൈർ നന്മയുടെ എല്ലാ കാര്യങ്ങൾക്കും. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ പറ്റണം. ഞാൻ പറഞ്ഞത് എവിടെ സമൂഹം നമ്മളെ ശരിക്കും എന്താന്ന് വെച്ചാൽ അവരങ്ങേയറ്റം സൂക്ഷ്മമായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടത്തം, നമ്മുടെ ഇടപാട്, നമ്മുടെ രൂപം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം എല്ലാം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൗഹീദ്ക്ക് വന്ന ഒരുത്തൻ പിന്നെ നിരീക്ഷണത്തിലാണ്. നമ്മൾ അറിഞ്ഞോന്ന് നമുക്ക് അറിയില്ല, കാരണം അത് അങ്ങനെയാണ് കാര്യം. അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു മാതൃകാ പുരുഷനായി തീരാൻ ഇബ്രാഹിം നബിക്ക് പറ്റൂ. അതാണ് ഇബ്രാഹിം നബി ബിംബാരാധനക്കെതിരെ പ്രതികരിക്കുമ്പോഴും വാപ്പക്ക് തൗഹീദ് പഠിപ്പിക്കുമ്പോഴുമൊക്കെ ആ തൗഹീദിന്റെ തീവ്രത ജനങ്ങളിൽ കാണിക്കുമ്പോൾ അതിന്റെ സാക്ഷാത്കാരം ആ മഹൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ മാതൃകയിലേക്ക് വന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് പൂർണ്ണത ലഭിക്കില്ല. ഞാൻ പലപ്പോഴും ആളുകൾ നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ല എൻ്റെ മോൾ എന്താ എങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ മോൻ എന്താ എങ്ങനെ ആയത്? സഹോദരങ്ങൾ, ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഇവനെ ഞാൻ മദ്രസയിൽ അയച്ചല്ലോ, സ്കൂളിൽ അയച്ചല്ലോ, അവനെ ഞാൻ ദീനീ പഠനങ്ങൾ കൊടുത്തല്ലോ, ഞാൻ നിസ്കരിപ്പിച്ചല്ലോ, ഒക്കെ ശരിയാ സഹോദരങ്ങളെ. ഒക്കെ നമ്മൾ ചെയ്താലും നമ്മൾ അവനോട് പറയുന്ന ആ കാര്യത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തണമെങ്കിൽ നമ്മൾ ഒരു മോഡലായി നമ്മുടെ വീട്ടിൽ ജീവിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ സാധാരണഗതിയിൽ സഹോദരിമാരോടൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്, പുതിയ തലമുറയിൽ നമ്മൾ ഏറ്റവും അപകടകരമായി കാണുന്നൊരു കാര്യമാണ് എന്താ വെച്ചാൽ, ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസം നമ്മുടെ പെൺകുട്ടികൾ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഭയങ്കരമായി നമ്മൾ കാണണം. കാരണം നിങ്ങൾ ചിന്തിക്കൊരു മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒന്നും ഭേദമല്ല, ഏതൊരു പുരുഷന്റെ തോളിൽ കൈയിടാനും ഇന്ന് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പറ്റും. ആൺകുട്ടിയോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ പെൺകുട്ടികൾ എന്ത് ചെയ്യും, കൂടെയല്ല പിന്നെ സ്വന്തം കൂടെയുള്ള പെൺകുട്ടിയോട് സംസാരിക്കുന്ന പോലെ ആൺകുട്ടിയോട് സംസാരിക്കും. സഹോദരങ്ങൾ, ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ, ഇസ്ലാം ലോകത്തിന് ഒരു പെണ്ണ് കാണിക്കേണ്ട അച്ചടക്കവും മര്യാദയും ശരിക്കും വേർതിരിച്ച് എണ്ണി എണ്ണി സൂറത്ത് അഹ്സാബിലും സൂറത്ത് നൂറിലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മൾ ചെല്ലുമ്പോഴും ഒരു അന്യ പുരുഷൻ വരുമ്പോഴും ഒരേ അതായത് വാപ്പണ് വന്നപ്പോൾ ഉമ്മനെ കണ്ടപ്പോഴും ഒരാള് പുറത്തുനിന്ന് വന്നപ്പോഴും ഉമ്മ ഒരേ ഭാവത്തിലും ഒരേ രൂപത്തിലും ഒരേ മാക്സിയിലും ഒരേ ഷാളിലും ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു മദ്രസ പോലും കാര്യമില്ല. അന്യ പുരുഷനും അതേപോലെ തന്നെ മഹറമായ പുരുഷൻ തമ്മിലുള്ള വ്യത്യാസം ആ പെൺകുട്ടിക്ക് പടിയില്ല. സഹോദരൻ പറഞ്ഞ, സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകണോ, നമ്മൾ മാതൃകയാകണം. ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് നിങ്ങളെടുത്ത് പരിശോധിച്ചു, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ. തൗഹീദിന്റെ സാക്ഷാത്കാരം എന്നത്, ആദർശവൽക്കരണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഇമാമാവുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കച്ചവടം, നമ്മുടെ വ്യവസായം, നമ്മുടെ ഇടപാട് എല്ലാം കൃത്യവും സുതാര്യവുമായിരിക്കണം. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് പോലും അവധി തെറ്റാതെ പണം തെറ്റാത്തൊരവസ്ഥ. സുഹൃത്തുക്കളെ, ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു കോഴ്സിൽ എൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അയാൾ ഒരു ദീനി സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്ത ആളാണ്. അവിടെ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് അയാൾ പറയുമ്പോൾ ഞാൻ കണ്ണ് തുറിച്ച് കേട്ട് നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താ ഈ കേൾക്കുന്നത്? ആളുകൾക്കൊരു പ്രശ്നമല്ല, കടം വാങ്ങണ പ്രശ്നമല്ല, കടം കൊടുക്കാതിരുന്ന പ്രശ്നമല്ല, വെറുതെ നുണ പറഞ്ഞു വാങ്ങിയ പ്രശ്നമല്ല, നുണ പറഞ്ഞ് അവധി നീട്ടിയ പ്രശ്നമല്ല. സുഹൃത്തുക്കളെ, ഇതിലൊക്കെ എവിടെയാണ് ദീനുള്ളത് എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇമാമാവുക എന്നുള്ളത് തൗഹീദിനെ തഹ്കീക്കാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോന്നും പ്രത്യേകം ഓർത്തു വെച്ചോളൂ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയവൻ. അത് മാത്രം പറഞ്ഞു, എല്ലാം അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞു അതിൽ ഇനി ഒരു സംശയം ബാക്കി നിൽക്കാത്തവൻ അവനാണ് സഹോദരങ്ങളെ. മാത്രമല്ല, അവന് മനസ്സിലായ ഒരു കാര്യത്തിൽ ആരെന്ത് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും സൃഷ്ടിച്ചാലും ഒരു അണുക്കിട അവനെ ഇത് തെറ്റൂല. അതാ കാര്യത്തിലില്ലാതെ അള്ളാഹുവിനാണ് കീഴ്പ്പെട്ടു. അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരാൾക്ക് വേറെന്താ സഹോദരങ്ങളെ പ്രശ്നമുള്ളത്? അള്ളാഹു അതിൽ സ്ഥിരമായി സ്ഥൈര്യത്തോടുകൂടെ നിലനിന്നു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം സഹോദരങ്ങളെ. ആദർശമൊക്കെ എല്ലാവർക്കും ഉണ്ട്,
പക്ഷെ എന്താ പറയുക, നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ പരിചയത്തിലൊക്കെ മനസ്സിലാണെന്ന് ഒന്ന് ഭാര്യയുടെ ചില പ്രലോഭനങ്ങൾ വരുമ്പോൾ ഒക്കെ തെറ്റുന്ന ഒരു ജമാഅത്ത് കൂടി നിലനിർത്താൻ പറ്റാത്ത ആൾക്കാർ സ്വന്തം ഭാര്യന്റെ ഒരു ചെറിയ പ്രേരണയിലോ പ്രലോഭനത്തിലോ അവളുടെ ഒരു വാശിയിലോ കുറുമ്പിലോ ഒക്കെ പെട്ട് ജീവിതത്തിൽ അവൻ സ്വീകരിച്ചു വന്ന ഒരു ആദർശ ജീവിതം തന്നെ നിരാകരിച്ചു പോയ എത്രയോ ചെറുപ്പക്കാരെ നമുക്ക് സമൂഹത്ത് കാണാൻ പറ്റും. ഒരു പക്ഷെ ഭാര്യനെ കൊണ്ട് മാത്രം സൗഭാഗ്യകരമായ ഒരു ദീനീ ജീവിതം നഷ്ടപ്പെട്ടവരെ കാണാൻ പറ്റും. സുഹൃത്തുക്കൾ, അത് ഭാര്യയാവട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളാകട്ടെ, നമ്മളെ ഏറ്റവും സ്നേഹിച്ച മാതാപിതാക്കളാകട്ടെ, അവരുടെ ഒരു പ്രലോഭനവും പ്രകോപനവും നമ്മുടെ ആദർശ ജീവിതത്തെ അണുവളവ് ബാധിക്കാതിരിക്കുക. അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അത് കാണില്ലേ ചരിത്രത്തിൽ? ഇബ്രാഹിം നബി ചരിത്രം ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഭാര്യനിട്ട് പോകുമ്പോൾ എന്തെങ്കിലും തോന്നി? നമ്മളെ മാരത്തിന് ഉണ്ടാവില്ല സ്നേഹം, ആ കുട്ടിനോടും ഭാര്യനോടും ഉണ്ടാവില്ല, ഒന്നും തോന്നിയില്ല. ഇറങ്ങി പോയില്ലേ സഹോദരങ്ങളെ? ഇന്നി ഞാൻ ഇതാ പോകുന്നു എന്നിട്ട് നേരിട്ട് ഇറങ്ങിയ വക്കാല ഇന്നി ദാഹിബുൻ ഇലല്ല, ഞാൻ അള്ളാഹുവിലേക്ക് പോവാന്ന് പറഞ്ഞു പോകുന്നില്ലേ സഹോദരങ്ങളെ? ഷാമിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് മക്കത്തേക്ക് പോകുന്നില്ലേ? എന്താണ് ആ പാലായനങ്ങളും യാത്രകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപനവും ഒരു പ്രലോഭനവും ബാധിക്കാത്ത, പണം കണ്ടാലും കച്ചവടത്തിൽ ഷെയർ കൊടുത്താലും കുറച്ച് ആൾക്കാർ ബഹുമാനിച്ചാലും ആദരിച്ചാലും ഒരു ലെറ്റർ പേഡിന്റെ മുകളിൽ പേരെഴുതിയാലും ഒന്നും പോകുന്നതല്ല സഹോദരങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും. അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ അവന് തൗഹീദുള്ളൂ. അവനാണ് തൗഹീദിനെ സാക്ഷാത്കരിച്ചാൽ. അതാണ് അതിൽ ഒന്നും കൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, മുഖ്ലിസൻ ലില്ലാഹ്, അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി. അതായത് ദീനി ജീവിതത്തിന്റെ പിന്നിൽ അയാൾക്ക് വേറൊരു താല്പര്യവുമില്ല സഹോദരങ്ങളെ, ഒരു താല്പര്യവുമില്ല. അള്ളാഹുവിന്റെ വജ്ഹ് കിട്ടുക എന്നല്ലാതെ സ്ഥിരമായി പള്ളിയിൽ പോകുന്നതിലും ദഅവത്തിൽ വരുന്നതിലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിലും വേറെ ഒരു ലക്ഷ്യവും അയാൾക്കില്ല എന്നാണ്. വേറെ ഒന്നും അയാൾ പരിഗണിക്കാതെ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ. അപ്പൊ ഒന്ന് ഉമ്മത്ത്, രണ്ടാമത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുക. ഹനീഫൻ, മൂന്നാമത്തത് ഹനീഫ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ, ഹനഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ മൈലി എന്നാണ്, ചായ എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം ജനങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള പ്രയാണം. ജനങ്ങൾ ഒരു പ്രശ്നമേ അല്ല, ആളുകൾ നമുക്കൊരു പ്രശ്നമേ അല്ല. സത്യത്തിലൂടെ സഞ്ചരിക്കുന്നിടത്ത് ആളുകൾ ഒരു വിഷയമേ അല്ല സഹോദരങ്ങളെ. ചില ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആളുകൾ എങ്ങനെയാണ് നമ്മളെ അനുകൂലിക്കുക, എങ്ങനെ പ്രതികൂലിക്കുക, ആളുകൾ എന്തു പറയും. സഹോദരൻ, എത്ര സുന്നത്തൊക്കെ പാലിക്കാൻ തീരുമാനിച്ച ആളുകളുണ്ട്. ഇപ്പൊ എന്നോട് സഹോദരൻ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു മുജാഹിദാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളത് പ്രത്യേകമായിട്ട് പരിഗണിച്ച് ഒന്ന് നോക്കി ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്തൊരാൾക്ക് ഒരു വിഷമം. അദ്ദേഹത്തിന് താടിയില്ല. അപ്പൊ അദ്ദേഹം വെച്ച് നമ്മളൊക്കെ ഇത് വെക്കാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ സാഹചര്യം ഞാൻ ആയിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷെ സ്വാഭാവികമായും സഹോദരങ്ങളെ, ഏതു കാര്യങ്ങളിലും ജനങ്ങൾ എന്തു പറയുന്നത് നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഡ്രസ്സും ഒക്കെ അവർ നോക്കിയാൽ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നാട്ടിലാകെ പ്രശ്നമാണ്. ഇപ്പൊ ഒരുവിധം ആളുകളൊക്കെ എന്താ വെച്ചാൽ മുമ്പ് കാലത്ത് കുറച്ച് നീണ്ട താടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത് വെട്ടുകയാണ്. കാരണം അവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത്രമാത്രം ആളുകൾക്ക് പ്രശ്നം. കാരണം അങ്ങനത്തോളം ജനങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് വെച്ചിട്ട് 8-10 കൊല്ലമുണ്ടാവും. അപ്പൊ അവരതൊരു ദീനി പ്രതിഫലത്തിന്റെ പേരിൽ വെച്ച സാധനമാണല്ലോ. ഇപ്പൊ അത് വടിക്കാനുള്ള കാരണം വെച്ചാൽ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാ നേരെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. സഹോദര, ആദർശത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല പണിയിടും. ഈ ആയത്തൊക്കെ നിങ്ങളൊരു പുനർവായന നടത്തണം. 16-ാമത്തെ സൂറത്തിലെ 120-ാമത്തെ ആയത്താണ്. നമ്മൾ ശരിക്കൊന്ന് വായിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദിനെ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞ് സാക്ഷാത്കരിച്ച ഒരാളായിട്ടും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിൽ എടുത്തു കൊടുക്കുന്ന ഒരു ആയത്താണിത്. ഹനീഫ്, ജനങ്ങളിൽ നിന്നും മുഅ്രിദുൻ അനിന്നാസ്, ജനങ്ങളിൽ നിന്നും തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് വരുന്ന വ്യക്തി. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. 4-ാമത്തെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്തിരുന്നില്ല. ശിർക്ക് ചെയ്യാതെ ജീവിക്കാം. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പറയേണ്ട സഹോദരങ്ങളെ, ഇത് ആളുകൾ ഇപ്പൊ എന്ത് പറഞ്ഞോട്ടെ, തൗഹീദ് ശരിക്കും മനസ്സിലാവുക എന്നുള്ളതുണ്ടല്ലോ, അതിൽ ഇനി നിങ്ങൾ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. അത് ശരിക്കും നിങ്ങൾ എല്ലാ സംശയവും ചോദിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കണം. ഞാൻ ആളുകളോട് ഇത്രേ പറയലുള്ളൂ, എന്തായാലും ഒരു കാര്യം ശിർക്കാണോ തൗഹീദാണോ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച വന്നാൽ, ഒരു തർക്കം വന്നാൽ, അതിലൊരു തീരുമാനം മനസ്സംതൃപ്തിയോടെ എടുക്കാതെ ഒരു മുജാഹിദ് വിശ്രമിക്കൂല. ഉറപ്പല്ലേ? അത് എന്താ ഇവിടുത്തെ ഗ്രൂപ്പോ തർക്കം, അത് തൗഹീദും ശിർക്കും തീരുമാനിക്കുന്നിടത്തുള്ള മാനദണ്ഡം ഒരാൾക്ക് അറിയില്ലെങ്കിൽ സഹോദരങ്ങളെ, അയാളെ കെലിമ ശരിയായി നമുക്ക് പറയാൻ പറ്റൂല. അയാളെ കെലിമ എങ്ങനെ ശരിയാവുക? കെലിമത്തിന്റെ ലാ ഇലാഹയുടെ അർത്ഥം അയാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് ശിർക്കും തൗഹീദും മുന്നിൽ വന്നാൽ അത് ശിർക്കാണോ തൗഹീദാണോ എന്ന് വേർതിരിച്ചറിയും. എന്തായാലും ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം തൗഹീദാണോ ശിർക്കാണോ എന്ന് തർക്കം വന്നിട്ടുണ്ട്.
ആ തർക്കം വരുമ്പോൾ അതിൽ തിരിച്ചറിയാനുള്ള തർക്കം അതിനെ പഠിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങൾ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാണ്ട് അതിൽ ജീവിതത്തിലൊരു പുതിയ മാതൃക സമൂഹത്തിൽ കാഴ്ചവെക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി കീഴൊതുങ്ങുവാനും ജനങ്ങളെ അവഗണിച്ച് അള്ളാഹുവിലേക്ക് വരുവാനും തൗഹീദും ഷിർക്കും വേർതിരിച്ച് ഷിർക്കിന്റെ എല്ലാ ശാഖകളിൽ നിന്നും വലുതും ചെറുതും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ആദർശ ജീവിതത്തെ ആദർശവൽക്കരിക്കുമ്പോൾ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കൊരു പരീക്ഷണത്തിന് നിൽക്കാൻ ഇവിടെ പറ്റൂല. കാരണം ശരിയാവുകയാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന നിലക്ക് ഒരു സാധാരണ ഒരു കുട്ടി ഒരു പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് അഭിമുഖീകരിക്കുന്ന പോലെ പോകാൻ പറ്റിയതല്ല നമ്മളെ പരലോകത്തിന്റെ കാര്യം. അതുകൊണ്ട് എന്താ അറിയോ, ഇതൊരു കണിശമായ മാനദണ്ഡം നമുക്ക് ആവശ്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, നിങ്ങൾ ചിന്തിച്ചോന്ന് എനിക്കറിയില്ല, ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മളല്ലാത്ത എല്ലാ മുജാഹിദുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് എന്നെ അത്യധികമായി ആശങ്കപ്പെടുത്തുന്നു. അവർ പറയുന്നത് വെച്ചാൽ, കേരളത്തിലെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസവും അവരുടെ കാഴ്ചപ്പാടും കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അതിന് ലോകത്തെ ഒരു സലഫികളുമായോ ഒരു മുസ്ലിങ്ങളുമായോ ബന്ധമില്ല എന്നാണ്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി ഇതിനെ പറ്റി ഈ വാചകം ഒന്നും കൂടെ ആലോചിക്കണം. ഇത് കുറേ ആളുകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകമാണ്. നിങ്ങൾക്ക് മനസ്സിലായ വാചകം? അതായത് കേരളത്തിൽ, ലോകം എന്ന് പറഞ്ഞാൽ കുറച്ച് വിശാലമാണല്ലോ സഹോദരങ്ങളെ. ഏറ്റവും വലിയ ഇസ്ലാമിക സ്കോളേഴ്സ് ഒന്നും ജീവിക്കണേ കേരളത്തിലൊന്നല്ല. കേരളത്തിൽ അങ്ങനെ അറബിയിൽ അവഗാഹമുള്ളൊരു വലിയ പണ്ഡിതനെ എടുത്തു കാണിക്കാനുമില്ല. അങ്ങനത്തെ കേരളത്തിലെ മുജാഹിദുകളായ ആളുകളുടെ ആദർശപരമായ കാര്യങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒന്നും വേറെ എവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ഇസ്ലാമുമായി ചെന്നാൽ പരലോകത്ത് നമ്മുടെ കഥ എന്താകും? ചിന്തിക്കണ്ടേ? ആ ഇസ്ലാമുമായി ചെന്നാൽ നമ്മുടെ കഥ എന്താകും? ഇനി അഥവാ സൗദി അറേബ്യയിൽ ബന്ധപ്പെട്ട വല്ല പണ്ഡിതന്മാരെയും നമ്മൾ അവലംബിക്കുകയോ അവർ നല്ല ദീനം സ്വീകരിക്കുകയോ ചെയ്താൽ അത് ഗൾഫ് ഇറക്കുമതിയാണ്, അത് നമുക്ക് വേണ്ടാന്നും കൂടെ പറഞ്ഞാൽ എവിടെ എത്തും? നമ്മളൊന്ന് ഗൗരവപരമായി ആലോചിക്കണം. നിങ്ങളെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോൺ നിങ്ങൾ അറബി അറിയാവുന്ന ആരെങ്കിലും നിങ്ങളൊരു ഇസ്ലാമികമായ ദീനി സംശയം സഹോദരങ്ങൾ നിങ്ങൾ എഴുതിയാൽ എവിടുത്തെ സൈറ്റിക്കാ പോവുക? കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സൈറ്റിക്കല്ല പോവുക, ഗൾഫിലെ സൈറ്റിക്കാ പോവുക. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ, സലഫി പണ്ഡിതന്മാരുടെ സൈറ്റിലേക്ക് പോയിട്ട് അവിടുന്നാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ. ഇതിൽ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹു ശരിക്കും ഷഫാ ഹുഫ്രത്തിൻ മിനൻ നാർ എന്ന് പറഞ്ഞു, നരകത്തിന്റെ വക്കത്തുനിന്ന് പിടിച്ച് കയറ്റിയ പോലെ കയറ്റിയതാണ് സഹോദരങ്ങളെ. ഒരു സംശയം നമുക്ക് വേണ്ട. കാരണം എന്താ അറിയോ, നമ്മൾ നാളെ ഒരു പിഴവിൽ പെടുകയില്ല എന്നതിന് എനിക്കും നിങ്ങൾക്കുമുള്ള ബോധ്യം എന്താണെന്ന് അറിയുന്നത്, നമ്മളുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും അള്ളാഹു സ്വീകരിച്ചു എന്ന് ജീവിച്ചിരിക്കെ തന്നെ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സഹാബത്തിനോട് നമ്മുടെ ആദർശത്തിനും ജീവിതത്തിനും ബന്ധം വേണമെന്ന നമ്മുടെ ആദർശം. അവരോട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശത്തിന് എന്തില്ല? ഇസ്ലാമുമായോ നാളെ പരലോകത്ത് ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെടുന്ന കക്ഷികളുമായോ നമുക്കൊരു ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയൊരു ആത്മപരിശോധന, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക്, ആ മൻഹജു സലഫിലേക്കുള്ള തിരിച്ചുപോക്ക്, അതാണല്ലോ നമ്മുടെ ആദർശത്തിന്റെ മഹത്വം. സഹോദരങ്ങൾ, അതൊരു വല്ലാത്ത മാനദണ്ഡം തന്നെ. ഞാൻ പറഞ്ഞത് ശരിക്കും അവരുടെ ആ ആദർശവും വിശ്വാസവുമായി മാറ്റുരച്ച് ജീവിതത്തിന്റെ എല്ലാ ഇസ്ലാമിക കാര്യങ്ങളെയും നമ്മുടെ സമൂഹത്തിലേക്ക് പ്രമാണബദ്ധമായി തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു ആദർശവൽക്കരണമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആളുകൾ എന്ത് പേര് വിളിച്ചോട്ടെ, തീവ്രവാദികളെന്നോ തശദ്ദുദിന്റെ ആളുകളെന്നോ എന്ത് പേര് വിളിച്ചാലും, അന്ധവിശ്വാസികൾ എന്ത് പേര് വിളിച്ചാലും ആ പേരുകളെയൊക്കെ ചെറുപുഞ്ചിരിയോടെ സ്വീകരിച്ച് ഈ ആദർശവൽക്കരണത്തിൽ സഹോദരങ്ങളെ നമ്മൾ നല്ല വിജ്ഞാനത്തോടുകൂടെയും അറിവോടുകൂടെയും നമ്മൾ മുന്നോട്ട് പോകണം. കാരണം എല്ലാ പണ്ഡിതന്മാരും എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫവല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണേ സത്യം, ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹ്ദിൻ ദഹബൻ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്താലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീബ്, അവർ കൊടുത്തൊരു മുദ്ദുണ്ടല്ലോ, നിങ്ങളൊരു മലന്റെ അത്ര കൊടുത്താലും അവർ കൊടുത്തൊരു മുദ്ദിന്റെ അത്ര ആവൂല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അവർക്ക് അത്ര വലിയ സ്വീകാര്യത അള്ളാഹു കൊടുത്തു. എത്ര വലിയ അത് ആ ഒരു മാതൃകയെ ആണ് സത്യത്തെ കണ്ടെത്താനുള്ള മാതൃക എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കും കൂടി പറയാനുള്ളത്, രണ്ടാമത്തെ വശത്തിൽ ആദർശപരമായ നമ്മുടെ ജീവിതത്തിൽ കണിശമായും
ആ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഇപ്പോൾ ഒരു പുതിയ നമ്മളുടെ ആ ഒരു ശ്രമം വിജയിച്ചു വരുന്നു എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് വലിയൊരു തെളിവ് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഇപ്പം എന്താണെന്ന് വിചാരിച്ചാൽ മുമ്പ് കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ മാക്സിമം സംശയം ചോദിച്ചിരുന്ന ഏരിയകൾ പരിമിതമായിരുന്നു. ആളുകൾ ചിലപ്പോൾ എന്തൊരു കുട്ടി ജനിച്ച ഒരു സംശയം ചോദിക്കും, അല്ലെങ്കിൽ ഉലുഹിയത്തിന്റെ സമയത്ത് ഒരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഹജ്ജിന് പോണവർക്ക് 4 ഹജ്ജിനെ പറ്റി സംശയം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഞങ്ങളൊന്നും ദീന്റെ കാര്യങ്ങൾ ഫത്വ കൊടുക്കുകയോ പറയുന്ന ആളുകളല്ല. പക്ഷെ കിതാബ് നോക്കി ആളുകൾക്ക് ഒരു മുത്തർജിം എന്ന നിലക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ എന്ന നിലക്ക് നമ്മുടെ പ്രസംഗകന്മാരെയും ആളുകൾ വിളിക്കും. അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നല്ല സൂക്ഷ്മമായ ദീനിന്റെ അതീവ സൂക്ഷ്മമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട്. ഒരു പക്ഷേ സ്വഹാബത്തിന്റെയും താബികളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ സൂക്ഷ്മതയും അവരുടെ ആ വിശുദ്ധിയും ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന അത്ര പവന്മാറ്റ് വ്യക്തിത്വങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രബോധന ഫലമായിക്കൊണ്ട്. അത്ര വലിയ സൂക്ഷ്മത സാമ്പത്തിക രംഗത്തും മറ്റ് തങ്ങളുടെ വൈകാരിക സ്വകാര്യ ജീവിതത്തിലൊക്കെ അവർ പാലിക്കാൻ ശ്രമിക്കുന്ന സൂക്ഷ്മത കേട്ടാൽ നമ്മളൊക്കെ അന്തം വിട്ടുപോകും സഹോദരങ്ങളെ. കാരണം അത് ആ ശരിയായ ദീനിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനും ആളുകളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മാറ്റങ്ങൾ ആളുകൾ ശരിക്ക് പ്രതിഫലിക്കുന്നുണ്ട്. മാത്രമല്ല, ആളുകൾ ദീനം തേടി ഒഴുകുകയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ചൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കോഴിക്കോടുള്ളൂ ചിലപ്പോൾ ചെറിയൊരു പ്രയാസം തോന്നുന്നു തോന്നി. എല്ലാ സ്ഥലത്തും പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പരിചയമില്ലാത്ത ആയിരക്കണക്കിന് മുഖങ്ങൾ നമ്മുടെ സദസ്സുകളിൽ വന്ന് നിൽക്കുന്നു. സംശയം, ഞാനിപ്പോൾ തെക്ക് ഭാഗത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ അനുഭവമാണ്. ഞാൻ അവിടെ പരിപാടിക്ക് കയറിയപ്പോൾ ഞാൻ പഠിച്ചോണ്ട് ഇവിടെ ആരെ വരിക. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദീനിയായ ആദർശപരമായ കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ആളുകളുടെ സന്നദ്ധതയാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ തെക്ക് ഭാഗത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്ഥലം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 3000-ഓളം കുടുംബങ്ങൾ ഓരോ മഹല്ലിലും വരുന്ന ഏകദേശം 26ഓളം മഹല്ലുകൾ മുസ്ലിങ്ങളുടേതായിട്ട് ആ പ്രദേശത്തുണ്ട്. ഒരു മഹല്ലിൽ 3000-ഓളം കുടുംബങ്ങൾ വരുന്നതാണ് അവർ വേണം. ആ പ്രദേശത്താണ് പരിപാടി. അവർ വളരെ നന്നായിട്ട് അവിടെ ഉള്ള പ്രവർത്തകന്മാർ വീടുകൾ മുഴുവൻ കയറി എല്ലാവരും, നമ്മൾ അങ്ങാടിയിൽ ചെന്ന് ഇറങ്ങുമ്പോഴേക്കിന് കാണുന്നവരൊക്കെ പരിപാടിക്ക് വന്നാണോ എന്ന് പ്രസ്ഥാന വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ ചോദിക്കുന്ന അത്ര ഭയങ്കര പബ്ലിസിറ്റി. ഞങ്ങൾ ചെന്നിട്ട് അവിടുത്തെ ഓഡിറ്റോറിയമോ അവിടുത്തെ മുജാഹിദുകളുടേതല്ല, അല്ലാത്ത ഒരു മഹല്ല് ജമാഅത്തിന്റെ ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയത്തിൽ പരിപാടിക്ക് കയറിയപ്പോഴേക്ക് സഹോദരങ്ങളെ സദസ്സുകൾ നിറഞ്ഞു. എന്താണ്, ആ വന്ന കൂട്ടത്തിൽ എല്ലാ മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട്. അവർ നമ്മളെ പരിപാടിക്ക് നമ്മുടെ ഒരു സംഘാടകനേക്കാളും പ്രതീക്ഷയോടെ ആളുകൾ വരികയാണ്. സഹോദരങ്ങളെ, ഈ മാറ്റം നിങ്ങൾ കാണാതെ പോകരുത്. നമ്മൾ 13 ആളാണിതെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിനെ നമ്മൾ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ ദീനിനെ സമ്പൂർണമായി ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ദീൻ കണ്ടോ അതിന്റെ മുഴുവൻ ക്ലാരിറ്റിയോടുകൂടെ കേരളത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ പ്രസംഗവും പരിപാടിയും നിരീക്ഷിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സമ്പൂർണമായ ഒരവസ്ഥയിലേക്ക് നമ്മളിത് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അതിൽ 2 ദൗത്യം സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്കും ചെയ്യാണ്ട്. ഒരു പക്ഷെ അത് വിശുദ്ധത്തിന്റെ സമ്പൂർണമായൊരു വിശുദ്ധത്തിന്റെ വിശദീകരണം നടത്തുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യക്കരയിൽ വരിക. 2 സംഗതികൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കാണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ജീവിത മേഖലകളിലും ഇസ്ലാമികമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ ഗൗരവപരമായി ആലോചിക്കണം. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളുടെയും ജീവിതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ അപാകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളും അപാകതകളും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. എത്ര മാത്രം എന്ന് ചോദിച്ചാൽ ഞാൻ അധികം പറയേണ്ട. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും ധരിക്കുന്ന ഇസ്ലാമിക വേഷങ്ങൾ പോലും സഹോദരങ്ങളെ ഇസ്ലാമികമായി വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ വന്ന ഒരു ജനസമൂഹം അങ്ങനത്തെ ജനസമൂഹമാണ്. നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിലുള്ള വേഷം എന്ന് പറഞ്ഞാൽ, അവരിങ്ങനെ തലയിലൊരു തട്ടമിടുക, ആ തട്ടത്തിന്റെ ബാക്ക് ഭാഗം മുഴുവനും പിന്നിക്കാടുക, മുന്നിക്കലിടുക, മുന്നിൽ മാറ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, അവർ പുറത്ത് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടായിരുന്നു. അന്ന് ആ നിസ്കരിക്കാൻ വേണ്ടി പായക്ക് ചവിട്ടുമ്പോൾ മാത്രമേ ആ നിസ്കാര കുപ്പായം ഉണ്ടാവുള്ളൂ.
ഒരു പക്ഷെ മഫ്ത എന്നത് തന്നെ ഒരു കൗതുകത്തോടുകൂടെ നിരീക്ഷിച്ചിരുന്നു ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ എന്നാണ്. കാരണം മഫ്തയിട്ട സ്ത്രീയെ കണ്ടാൽ അറബിക് ടീച്ചറാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ അന്ന് വിചാരിച്ചത്. അത്ര അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു അത്. ഒരു പക്ഷേ ഒരു 10-30 കൊല്ലങ്ങളെ കൊണ്ടുണ്ടായ മാറ്റം നമ്മൾ പക്ഷെ ആ മാറ്റം ശരിയായ ഒരു ഇസ്ലാമിക വസ്ത്രദാനത്തിലേക്ക് വന്നിട്ടില്ലെന്ന് ഇപ്പോഴും നമ്മൾ പറയേണ്ടി വരും. കാരണം ഞാൻ തന്നെ പല പരിപാടിക്കും വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട് പലപ്പോഴും, നിങ്ങളൊന്ന് ആ ഇസ്ലാമിക വസ്ത്രത്തെക്കുറിച്ച് ഒന്ന് നന്നായിട്ട് പറയണം. അത് ആർക്ക് കേൾക്കാനാണ്? അയാളെ കൂടെ വന്ന ഭാര്യയ്ക്ക് കേൾക്കാൻ. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ അവർ വേണമെന്ന് വെച്ചാൽ അവൾ എന്താ വെച്ചാൽ ആര് വീട്ടിലേക്ക് വന്നാലും ഒരു ചീഞ്ഞ മാക്സിയും ഒരു ഷാളും ഉണ്ടാവും, അതിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒരു അന്യ ആള് വരുമ്പോൾ ഒരു ഇസ്ലാമികമായ ഒരു വേഷം ധരിക്കാനോ ഒന്ന് മറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആ തട്ടം കൊണ്ടൊന്ന് മറച്ചു വെക്കാനോ ഒന്നും എത്ര പറഞ്ഞിട്ടും ആവുന്നില്ലെന്നാണ്. സഹോദരന്മാർ, മാറ്റങ്ങളിലേക്ക് വരാൻ കുറച്ചും കൂടെ താമസമുണ്ട്. നമ്മളൊരു പരിശ്രമം, ഇസ്ലാമിക വേഷം പോലും ഒരു സ്ത്രീക്കില്ലെങ്കിൽ ലാ യജിദിന്റെ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂലല്ലോ. നമ്മൾ വളർന്നു വരേണ്ട കുറേ മാറ്റങ്ങളെ നമ്മൾ ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതേപോലെ തന്നെ ഞാൻ പറയാ, എല്ലാ കാര്യത്തിലും സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. കാരണം പച്ചക്കളവാളുകൾ പറയാം, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് നൊണ്ണ പറയാ ആളുകൾ നമുക്ക് വിശ്വസിക്കുക. ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടാൽ നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത ആളുകൾ കളവ് തൻ്റെ കൈകൊണ്ട് വിരൽ തുമ്പുകൊണ്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ സഹോദരങ്ങളെ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ സ്വയം ജീവിതത്തെ മാറ്റണം. അതോടൊപ്പം സഹോദര, നമുക്ക് വലിയ ധർമ്മം നിർവഹിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ നാടുകളിലും നമ്മുടെ സ്ഥലങ്ങളിലും ഈ ദീൻ ആളുകൾക്ക് കിട്ടാനുള്ള ചെറിയ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൗരവപരമായി ചിന്തിക്കണം. ഒരിക്കലും ഇല്ലയെന്ന് ഞാൻ പറയണത്. കാരണം ജുമാ ഖുതുബയിലെ 20 മിനിറ്റ് കൊണ്ട് എന്താ സഹോദരങ്ങളെ കിട്ടുക? എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. ആ 20 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പൂർണ്ണമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ സംഭവിക്കുന്ന വിജ്ഞാനവേദികളും പരിപാടികളും അതൊക്കെ പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രം പരിമിതം. ഞാൻ പറഞ്ഞത് വ്യാപകമായിട്ട് നമ്മൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ പ്രാദേശികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ അടുത്ത ദിവസം സൂറത്ത് മുഅ്മിനൂനിലെ ഒരായത്തിന് നമ്മുടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സലഫി പണ്ഡിതന്റെ വ്യാഖ്യാനം വായിച്ചപ്പോൾ സഹോദരങ്ങളെ ഞെട്ടിപ്പോയി. കാരണം എന്താ, ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലും പരിപാടിക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഞാനും ക്ലാസ്സിന് വരുന്ന ആളുകളെയും കുറിച്ചൊക്കെ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അവർക്കൊരു ഉത്ബോധനം കിട്ടാൻ, ഒരു മനസ്സമാധാനം കിട്ടാൻ, അതിന് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ വരെ അവർക്ക് ക്ലാസ് കൊടുക്കാന്നാണ്. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ സൂറത്ത് മുഅ്മിനൂനിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടൊരു പണ്ഡിതൻ പറഞ്ഞ ആ ആയത്ത് ഞാനൊന്ന് വെറുതെ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒന്നാമത്തെ ഗുണം, അവർ ശിർക്ക് ചെയ്യാത്തവരാണ്. ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. റബ്ബിനെ കുറിച്ചുള്ള പേടി കൊണ്ട് അവരെപ്പോഴും ഭയചകിതരായിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്നവരാണ്. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ, വചനങ്ങളെ, ഖുർആൻ വാക്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരാകുന്നു എന്നാണ്. ഇതിനെയാണ് ഒരു സലഫി പണ്ഡിതൻ വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന എന്താ നിങ്ങൾ, ഖുർആനിലെ 114 സൂറത്ത് 6000 ചില്ലാനം വചനങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ മുഅ്മിനാവുള്ളൂ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി എന്ന് വിശ്വസിച്ചാൽ പോരാതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി എന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന ഒരു വചനമെങ്കിലും പഠിക്കാതിരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റും? അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നീ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ഈ ആയത്ത് ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തവനാകുന്നു നീ. മനസ്സിലാവേണ്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഇസ്ലാമിലെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തെ നിങ്ങൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ ആയത്ത് വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി വായിച്ചോളിയും. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. റബ്ബിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം എന്നാണ്. അത് പഠിക്കാൻ വാജിബായ നിർബന്ധമായ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, ചില വിജ്ഞാനപരമായി നമ്മൾ പഠിക്കാനും ആളുകളെ പഠിപ്പിക്കാനുമുള്ള സംരംഭങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം.
വളരെ വ്യവസ്ഥാപിതമായി നമ്മുടെ നേരെ ഓടി നടന്ന് അവിടെ ഇവിടെ നിന്നാലും പരിപാടി നടത്തി അത് ആളുകൾ കേട്ടു എന്നുള്ള സമാധാനം, അതൊക്കെ നമുക്ക് ഇതൊക്കെ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളുടെ വേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചില സംഗതികൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് സഹോദരങ്ങളെ ഈ പബ്ലിക് പരിപാടികൾ സഹായകമാകും. അതുണ്ടെങ്കിലേ നമ്മൾക്ക് ഈ ദാവത്തോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ആദ്യത്തെ തുടക്കമാണ്. അതിലൊക്കെ വന്നവരാണ് നമ്മൾ. ഇനി നമ്മൾ വ്യവസ്ഥാപിതമായി നമ്മൾ പഠിക്കണം, നമ്മുടെ അഖീദ നമ്മൾ പഠിക്കണം. ഞാൻ പറയണേ, നമ്മളിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ സുഹൃത്തുക്കളുടെയും പള്ളി കമ്മിറ്റി നിർബന്ധ പ്രകാരമാണ് ഞാൻ കിതാബ് തൗഹീദ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ കിതാബ് തൗഹീദ് വായിച്ചപ്പോൾ സാധാരണ ക്ലാസ്സിന് പോകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മുന്നിലുണ്ടോ എന്ന് നമ്മൾ നോക്കും. പക്ഷെ കിതാബ് തൗഹീദ് വായിക്കാൻ പോകുമ്പോൾ ഞാനത് നോക്കല്ല, എനിക്കത് നോക്കന്നെ വേണ്ട. കാരണം കിതാബ് തൗഹീദിൽ അന്ന് ക്ലാസ് എടുക്കാനുള്ള ഭാഗം ഞാൻ വായിച്ചാൽ ഞാൻ വായിക്കുന്നത് ആ ക്ലാസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റിയാൽ തന്നെ എൻ്റെ ക്ലാസ് വിജയിച്ചു. ഞാൻ അത്രയും വിശ്വസിക്കണം. കാരണം ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ വായിക്കണ്ടേ. അപ്പൊ എനിക്ക് വായിക്കാനാണ്. അപ്പൊ എന്റെ സദസ്സിൽ ആരും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഒരാൾ വന്നിൽ എനിക്ക് പ്രശ്നമല്ല. കാരണം എന്താ, അത് നമ്മൾ വായിച്ചാൽ, കാരണം അത് ശരിക്ക് ഷെയ്ഖ് ഫൗസാന്റെ ദർസാണ്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യം ഒരു വിദ്യാർത്ഥി റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ അറബിയിലേക്ക് പകർത്തി വെച്ചതാണ്. അത് പരിഭാഷപ്പെടുത്തുന്നത് കൂടെ സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതന്റെ ഒരു ദർസിൽ നമ്മൾ പങ്കെടുത്താൽ എന്തൊക്കെ കേൾക്കൂ അത്രയും അവഗാഹത്തോടു കൂടിയുള്ള വിശകലനമാണ്. സുഹൃത്തുക്കൾ, അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തന്നെ. കാരണം ഒരു അഖീദത്തുൽ വാസിത്തിയെയോ ഏതെങ്കിലും പുസ്തകം വായിക്കാൻ വേണ്ടി ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ ശ്രമിച്ചപ്പോൾ എവിടെയോ വയനാട്ടിലോ എവിടെയോ ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ ഇന്ന് നമ്മളെ ആട്ടി പുറത്താക്കിയ ആളുകളുടെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി അന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ സൗദി അറേബ്യയിലെ ആളുകൾക്ക് പഠിക്കാനുള്ള പുസ്തകമാണ്, അതൊക്കെ ഇവിടെ വായിച്ചാൽ ഇവിടുത്തെ അമുസ്ലിങ്ങളും ആളുകളൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കിതാബൊന്നും ഇങ്ങോട്ട് ഇറക്കരുത് പറഞ്ഞാൽ കാര്യം നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ. ഇതൊക്കെ വായിപ്പിക്കാനായിട്ടാണ് നമ്മളെ പ്രസ്ഥാനം. ഇതൊക്കെ വായിപ്പിക്കാനായിട്ടൊരു പ്രസ്ഥാനം ഉണ്ടാകാനും അതിന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ സ്വയം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും പഠിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ ഏറ്റവും ഗൗരവപരമായി ആലോചിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും വേണം. ഇതിന്റെ ശരിയായ മാറ്റങ്ങളും അതിന്റെ ശരിയായ പ്രതിഫലനങ്ങളും സഹോദരങ്ങളെ ഇപ്പോൾ സമൂഹത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രബോധന രംഗത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആദർശ രംഗത്ത് ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഒരുങ്ങ. അതായത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരൻ, നമ്മൾ ആശങ്കപ്പെടേണ്ടത് നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ചാണ്. കാരണം നമ്മൾ നന്നായിട്ട് പേടിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഏകദേശം ഒരു 10-18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങളൊക്കെ നന്നായി ബേജാറാകണം. കാരണം അങ്ങനത്തെ ഒരു പുതിയ തലമുറയാണ് വളർന്നു വരുന്നത്. നമ്മൾ നല്ല ആളുകളാണ്, നമ്മുടെ വീട്ടിൽ ഉഷാറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് മക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു വിദ്യാർത്ഥി, അവൻ്റെ മാതാവ് എല്ലാ സമയത്തും അവനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ആത്യന്തികമായ പരിശോധനയിൽ എന്നവൻ വരുമ്പോൾ അവൻ പറയും, ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി. അപ്പൊ കണ്ണും മുഖമൊക്കെ ശരിക്കും ഇങ്ങനെ ചുമന്നിട്ടാണ് അവൻ വരിക. അപ്പോൾ വൈകി, രാത്രി ഒരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് വൈകി വന്നതാണ്. ഞാൻ അങ്ങനെ അവനെ നിരീക്ഷിച്ച് വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. പക്ഷെ എങ്ങനെ ഞാൻ അവനോട് പറയും, അവൻ്റെ ഉമ്മയോട് പറയും. അവസാനം സമയത്ത് അവൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്തോ കാര്യം അവൻ്റെ അടുത്തുണ്ട്, എന്താ നമ്മൾ ചെയ്യാനാണ്. അത് ഏകദേശം നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും അവൻ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു, സമർത്ഥമായി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾ അടക്കമുള്ളവർ ലഹരികൾക്കും അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയരാണ്. ഞാൻ പറയാം, എനിക്ക് വരുന്ന ചില ചെറിയ കുട്ടികളുടെ ഫോണുകൾ ഞാൻ ശ്രദ്ധിക്കരുത്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഫോൺ വിളിച്ച് പറയുന്ന അഡിക്ഷനാണ്. അതിൽ ആൺകുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരവധി ആൺകുട്ടികൾ പറയുന്ന കംപ്ലൈന്റ്, അവരൊക്കെ എന്താ വെച്ചാൽ സ്വയം ഭോഗം എന്ന ഏറ്റവും മാരകമായ ദുശ്ശീലങ്ങൾക്ക് അവർ അഡിക്റ്റാണ്. അവർ കരഞ്ഞു രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മൗലവി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. ഇത് പറയുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മീഡിയകളും കാഴ്ചകളും ഇന്റർനെറ്റുകളും വർദ്ധിച്ചു വന്നപ്പോഴേ ഒരു ചെറിയ കുട്ടിക്ക് കിട്ടുന്ന ഉത്തേജനം, ലൈംഗികമായ ഉത്തേജനങ്ങൾ, താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലപ്പുറമാണ്. അതായത് മൊബൈലിൽ നിന്ന് ലൈംഗിക വൈകൃതങ്ങൾ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരുടെ എണ്ണം
വളരെ വലുതായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ. കാരണം വർദ്ധിക്കാൻ കാരണം നല്ല കുട്ടികൾ, അവർക്ക് എന്താ വെച്ചാൽ കുടുംബമൊക്കെ നല്ലതാവുന്നതുകൊണ്ട് തെറ്റ് ചെയ്യാനൊന്നും അവർക്ക് അവസരം കിട്ടൂല. പക്ഷെ ഇപ്പൊ മൊബൈൽ കിട്ടിയതോടുകൂടെ ആരും അറിയാതെ മാന്യതക്ക് കോട്ടം തട്ടാതെ തെറ്റുകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നല്ല കുട്ടികൾ, നിസ്കരിക്കുന്ന ദീന് പഠിച്ച നല്ല കുട്ടികൾ, അവർ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായ വൈകൃതങ്ങൾ കണ്ട് അതിന് അഡിക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ, ഞാൻ നിങ്ങളെ കുട്ടികളെ സംശയിക്കാനല്ല, പക്ഷേ നല്ലൊരു ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കില്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകും. നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ നിങ്ങളുടെ കുട്ടികളെ? ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികളിൽ സ്വഭാവ മാറ്റങ്ങൾ നമ്മൾ കാണും. അതായത് പെട്ടെന്നുള്ള ദേഷ്യം, പെട്ടെന്നുള്ള കോപം, അതേപോലെ തന്നെ അവിടെ എങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുക, കുറേ സമയം മാനസികമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഫോണുകൾ, അതേപോലെ തന്നെ നമ്മളോട് ഒരിക്കലും പെരുമാറാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, വീട്ടിലേക്ക് വൈകി വരുന്നത്, രാത്രി ഉറങ്ങാൻ പറ്റാത്തത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കാര്യം, ഒരു പയ്യൻ, അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാണ്ടാണ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് മലർന്ന് കിടക്കാൻ. ഞാൻ പറഞ്ഞൊരു 60 വയസ്സും 40 വയസ്സും 50 വയസ്സൊക്കെ ആയ ആൾക്കാർ ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾ കേടുണ്ടോ? ഒരു ചെറിയ പയ്യനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ എന്താ ഉറങ്ങാൻ പറ്റാത്ത? ഇത്തരം വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അവൻ്റെ മനസ്സിന് ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കാരണം അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മനസ്സാക്ഷി കുത്തുകൊണ്ട് അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മളെന്തരും വളരെ സഹോദരങ്ങളെ, ലക്ഷ്യബോധത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങി നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും അത്തരം കാര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് അതിനുള്ള ഇൻട്രാക്ഷൻ, അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനും ചോദിക്കാനും അവർക്ക് മാർഗദർശനം നൽകാനും പറ്റുന്ന രൂപങ്ങളെ നമ്മൾ ആവിഷ്കരിക്കണം. വിവാഹം കഴിക്കുന്ന ആളുകളുടെയും വിവാഹിതരുടെയും പ്രശ്നങ്ങൾ അതിലേറെ അധികം, എല്ലാത്തിനും പരിഹാരം ദീനിയായ ഒരു ഗൈഡൻസ് ആണ്. അത് നേരെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളെ കാണണം. സഹോദരങ്ങളെ, അത്തരം അവസരങ്ങളാണ് ഇപ്പോൾ MSM നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പരിപാടികളും. കാരണം ആ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഓരോ തലത്തിലുള്ള കുട്ടികൾക്കും അതിനുള്ളുണ്ട്. രാവിലത്തെ CRകളൊക്കെ നിങ്ങൾ ഇടപെടണം കേട്ടോ, ശരിക്കിടപെടണം. ഞായറാഴ്ച 1 മണിക്കൂർ അത് നിങ്ങൾ ഇടപെട്ടിട്ട് അതിന് പറ്റുന്ന ആളുകളെ വെച്ചിട്ട് ഇഫക്റ്റീവായിട്ട് നിങ്ങൾ ആ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയാൻ പറ്റി, ഈ ബട്ടർഫ്ലൈസ് തന്നെ ഈ ചെറിയ കുട്ടികൾക്ക്, അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ ആ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും അവിടെ പ്രതികരണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളൊക്കെ വിചാരിക്കാത്തൊരു 35 വയസ്സുകാരനെ കുറിച്ച് പേടിക്കാത്ത പേടി നിങ്ങൾ 6 വയസ്സുകാരനെ കുറിച്ച് പേടിക്കണം എന്ന ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും നമ്മുടെ പുതിയ തലമുറകൾക്ക് ഒരു വെളിച്ചം നൽകാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും അവർക്ക് സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ നമ്മൾ നന്നായി അതിനുള്ള സഹകരണങ്ങളും അതേപോലെ അവസരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാൻ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. ഇൻ്റർനെറ്റും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഏറ്റവും നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അത് അത്രയും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ ചെന്നാൽ എന്താ വെച്ചാൽ, പണ്ടൊക്കെ നമുക്ക് ഒരു കുട്ടീൻ്റെ വാട്ടർ ബോട്ടിൽ കാണുമ്പോൾ അതേപോലെ ഒരു വാട്ടർ ബോട്ടിൽ വേണം, അതേപോലെ ഒരു സൈക്കിൾ വേണം എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ സ്കൂളിലും കോളേജും ചെന്നാൽ നിനക്ക് വാട്സപ്പ് ഉണ്ടോ, നിനക്ക് ഫേസ്ബുക്ക് ഉണ്ടോ എന്നാ കൂടുതൽ ചോദിക്കണത്. എന്നിട്ട് വാട്സപ്പിലെയും ഫേസ്ബുക്കിലെയും കഥകൾ കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ആത്മാർത്ഥമായി നമ്മോട് ചോദിക്കുന്നു, എന്താണിതൊന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ചെറിയൊരു പരിചയം എനിക്കും നിങ്ങൾക്കൊക്കെ ഇതിൽ ഉണ്ടാവേണ്ടി വന്നിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങളെ ദീനിയായ സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്ന് പഠിക്കണം. എന്തിനാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആണ്. കാരണം നമുക്കറിയാം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിലിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ പരിപാടി ഇപ്പം കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ ഇതിൽ വന്നു, അതിലെ കാര്യങ്ങൾ വന്നു, അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഓഡിയോ വന്നു, വീഡിയോ വന്നു. ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുത്തുവ പറഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സുഹൃത്തുക്കളെ കുത്തുവ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് നേരെ മെയിലിൽ കുത്തുവ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗകര്യങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് മെയിലിൽ കുത്തുവ വാട്സപ്പിൽ അയക്കണമെങ്കിൽ എനിക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചാലേ ഒരു പ്രസംഗമൊക്കെ പോകണുള്ളൂ. സാധാരണ മെയിൽ ഒന്നും വേണ്ട. മെയിൽ നിങ്ങളെ എത്ര ആൾക്ക് വിട്ടു അവന് മുഴുവൻ ഒരു CD പ്ലെയറും കൂടി വേണ്ട. അവൻ്റെ ഫോണിൽ മെയിലിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വേണ്ട കുത്തുവ അന്ന് വൈകുന്നേരം നമുക്ക് മെയിലിൽ വരുന്നു. ആലോചിക്കും നിങ്ങൾ, ഈ സൗകര്യങ്ങളെയും സംവിധാനങ്ങളും നമ്മൾ ചെറുതായി കാണരുത്. കാരണം ഈ ഇന്റർനെറ്റിന്റെ പുതിയ സാധ്യതകൾ വെച്ചിട്ട് നമ്മൾ വിശദം പ്രഖ്യാപിച്ച് നമുക്കറിയാക്കാൻ പറ്റും. അവിടെ തരത്തിൽ നമ്മൾ കേൾക്കണം, നമ്മൾ അറിയണം, അതിനുള്ള സംവിധാനം നമ്മൾ അറിയണം. നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മുടെ ഖുർആൻ ക്ലാസ്സിനും പരിപാടികൾക്കും കൂട്ടുന്ന പോലെ നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ അവരെന്ത് ചെയ്യാക്കണം? നമ്മുടെ ഫേസ്ബുക്കിൽ ആർക്കും ഓപ്പണായിട്ട് കയറാം, വേറൊന്നും അതിൽ വരൂല. മനസ്സിലായി? അത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കാം. നമ്മുടെ വാട്സപ്പിൽ അങ്ങനത്തെ വരുള്ളൂ. ആ നിലക്കുള്ള ഒരു ബന്ധം നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ഒന്നിച്ചിരുന്ന് നോയിക്കോളിയും, ഒന്നിച്ചിരുന്ന് കേട്ടോളിയും.
വലിയ സംവിധാനങ്ങൾ. ഞാൻ പറഞ്ഞത് ഇത് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ നന്നായുണ്ട്. ആ ദുരുപയോഗം വന്നു പോകാതിരിക്കണമെങ്കിൽ ചെറിയൊരു വിവരം നമുക്കുണ്ടാവുകയും അതിനെ ദീനിയായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളെ നമ്മളെല്ലാവരും കാണുകയും ചെയ്യണം എന്നീ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വല്ലാതെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 8 മണിക്ക് നമുക്ക് പുറത്തുപോയി എല്ലാവർക്കും ഒന്നിച്ച് ജമാഅത്ത് നമസ്കരിക്കാനാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശരിയായ ഒരു അള്ളാഹുവോട് നമ്മൾ ഈ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ 100 വട്ടം അള്ളാഹുവോട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സഹോദരങ്ങൾ, ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ആളുകൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ കുടുംബപരമായി ജീവിക്കുന്നത്. നമ്മൾ ആ രംഗത്തൊക്കെ നമുക്ക് വലിയ മാതൃകകൾ ദീനിയായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം നേരാകുമ്പോൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഹമ്മുകളും ഹുസ്നുകളും നീങ്ങാനുള്ള നല്ല പ്രാർത്ഥനകൾ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ ചൊല്ലണം. അതിനൊക്കെയുള്ള പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. നോക്കും നിങ്ങൾ, ചില പ്രാർത്ഥനയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ അർത്ഥം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങിപ്പോകും. അല്ലാഹുമ്മ റഹ്മത്തക അർജു, അള്ളാഹുവേ ഞാൻ നിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചു. എപ്പോഴാ പറയാ? ഒരു പ്രയാസം വന്ന് നിരാശപ്പെടുന്ന സമയത്ത് വേണ്ട വാക്കാണ് അല്ലാഹുമ്മ റഹ്മത്തക അർജു, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാക്കെന്താ? അവിടെ നിരാശയില്ല. വല തെക്കിൽനി ഇലാ നഫ്സി തുറഫത്തായിന്, ഒരു കണ്ണിമ വെട്ടുന്ന അത്ര സമയം അള്ളാഹു എന്നെ നീ ഏൽപ്പിക്കരുത്. പറ്റുമോ സഹോദരങ്ങളെ? ഈ ഹൃദയത്തിന്റെ താളക്രമങ്ങളെ ഒരു മിനിറ്റ് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റൂ? ഈ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ മിനിറ്റ് ഏറ്റെടുക്കാൻ പറ്റൂ? നമ്മുടെ കണ്ണൊന്ന് തെറ്റിപ്പോയാൽ എന്തൊക്കെ സംഭവിക്കും അല്ലേ? റോഡിൽ തകർന്നു കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നില്ല. ചെറിയൊരു നിമിഷത്തിന്റെ പിഴവ്. അവിടെ പടച്ചോൻ എൻ്റെ കാര്യം നീ കൈവിടരുത്. വിഷമങ്ങളും ബേജാറുകളും വരുമ്പോൾ പടച്ചോൻ എന്നെ വിട്ടോ എന്ന ആശങ്കയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. പല തെക്കിൽ നീല നഫ്സി തുറഫത്തായി, കണ്ണിമ വെട്ടുന്ന സമയം നീ എന്നെ എന്നെ ഏൽപ്പിക്കരുത്. എന്റെ എല്ലാ കാര്യവും പടച്ചോനെ നീ റെഡിയാക്കണം. എന്റെ മക്കളെ കാര്യം, എന്റെ കടം, എന്റെ ജീവിതം, എന്റെ രോഗം എല്ലാം നീ ശരിയാക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനില്ല നാഥ. ആ പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ എന്താ സഹോദരങ്ങളെ? നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. അള്ളാഹുവോട് നമ്മൾ ശുക്ർ പറയണം, നന്ദി പറയണം. സഹോദരങ്ങളെ, ശരിക്കൊരു ദീനനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് നമ്മുടെ കുടുംബവുമായി മുന്നോട്ട് പോകാനും മനസ്സിന് യോജിപ്പും ഇഷ്ടവുമുള്ള ആദർശ ബന്ധുക്കളോടൊപ്പം കഴിഞ്ഞുകൂടാനുമുള്ള സുവർണാവസരമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ചേർന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്ത ഔദാര്യമല്ല, അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തന്ന മഹത്തായ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത് ആരെയും വലുതാക്കാനല്ല, ആരെയും നേതാവാക്കാനല്ല, ആരെയും വളർത്താനല്ല, ആനുകൂല്യങ്ങൾ കിട്ടാനല്ല. മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഈ സത്യാദർശത്തെ, സ്വർഗത്തിന്റെ വഴിയെ സ്വയം ഉൾക്കൊള്ളാനും ആളുകളിലേക്ക് എത്തിക്കുവാനുമുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തൗഹീദിനെ സാക്ഷാത്കരിച്ച് ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നും യഥാർത്ഥ ഇസ്ലാമിനെ, യഥാർത്ഥ ദീനിനെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അതിൻ്റെ മാതൃകകളായി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മധുരവും അതിൻ്റെ രുചിയും അതിൻ്റെ ആസ്വാദനവും സ്വയം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ഓരോ പരിപാടികളും സഹോദരങ്ങളെ പ്രബോധനപരമായി വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു നീ തൗഫീക്ക് പ്രദാനം ചെയ്യണമേ നാഥ. രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ തൗഫീക്ക് ഞങ്ങൾക്ക് തരണമേ നാഥ. ഞങ്ങളുടെ ഈ പ്രവർത്തന വീതിയിൽ നിന്ന് ഞങ്ങൾ വേർപെട്ടുപോയ മരണപ്പെട്ടുപോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ രക്ഷിതാവേ. സാമ്പത്തികമായും ശാരീരികമായും എല്ലാം ഈ ദീനിനെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ